SJTutorialsLive പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ ക്യൂട്ടീൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം 26ഓളം ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. 27ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് തുടങ്ങാൻ പോകുന്നത്. അതിന് മുന്നേ ഞാൻ ചെറിയൊരു കാര്യം പറയാം. നിങ്ങൾ പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ഇതാണ്, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മാർജിൻ ഇങ്ങനെയാണെങ്കിൽ മാർജിൻ്റെ ഇവിടെയാണ് നമ്മൾ ശരിക്കും ക്വസ്റ്റ്യൻ്റെ നമ്പർ 27 ആണെങ്കിൽ 27 എന്ന് എഴുതേണ്ടത്. എന്നിട്ട് പലപ്പോഴും കാണാറുണ്ട് അതിൻ്റെ സബായിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ, ഇതിന് ഒന്നാമത്തെ പോയിന്റ് ഇവിടെ തന്നെ എഴുതും 1, 2 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതി വെക്കരുത്. കാരണം അത് കൺഫ്യൂഷനിലേക്ക് നയിക്കും. അപ്പൊ നിങ്ങൾ എപ്പോഴും ഉള്ളിൽ 27ാമത്തെ ക്വസ്റ്റ്യൻ്റെ സബ് പോയിന്റുകൾ നിങ്ങൾ ഓരോ പോയിന്റുകൾ നിങ്ങൾ എഴുതുകയാണെങ്കിൽ അത് ഉള്ളിൽ തന്നെ എഴുതാൻ വേണ്ടി നോക്കുക. പിന്നെ അതേപോലെ തന്നെ ചില ആളുകൾ കാണാം 2 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യന് ആൻസർ ഏകദേശം ഒരു പേജൊക്കെ എഴുതിയിട്ടുണ്ടാവും. ആ പേജിന്റെ സെന്ററിലൊക്കെ ആയിരിക്കും അതിന്റെ ആൻസർ വരിക. അപ്പൊ എങ്ങനെയാണെങ്കിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യന് 2 or 3 സെന്റൻസിൽ ആൻസർ എഴുതിയാൽ മതി. അതിൻ്റെ ഉള്ളിൽ അതിന്റെ ആൻസർ വരുന്ന രീതിയിൽ 2 or 3 സെന്റൻസിൽ എഴുതിയാൽ മതി. അതിന് ഒരു പാരഗ്രാഫ് അല്ല 2-3 പേജ് എഴുതിയാലും അതിന് 2 മാർക്കേ കിട്ടുള്ളൂ. അപ്പൊ നല്ലവണ്ണം ശ്രദ്ധിക്കുക. സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയത്തിനുള്ളിൽ 3 മണിക്കൂറിനുള്ളിൽ 29 ക്വസ്റ്റ്യനോളം ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 31ഓളം ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 31 ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രയത്നം തന്നെയാണ്. പ്രോബ്ലം പേപ്പറിനെ സംബന്ധിച്ചോളം പ്രോബ്ലം ചെയ്യുക, അത് ശരിയാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് വീണ്ടും തിരിച്ചു പോവാം. 27ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 27ാമത്തെ ക്വസ്റ്റ്യൻ നാം ബോർഡും എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഇൻ എ ബോക്സ് കണ്ടെയ്ൻ 500 apples, 500 apples, so 50 are found to be defective. The wholesaler of the apple claims that only 6% of the apples supplied by him will defective. Test the claim of the wholesaler എന്നാണ് ക്വസ്റ്റ്യൻ. എന്താ പറഞ്ഞത്? ഒരു ബോക്സിൽ 500 ആപ്പിളുകൾ ഉണ്ട്, അതിൽ 50 എണ്ണം ഫൗണ്ട് ടു ബി ഡിഫക്റ്റീവ്. ഈ 500 എന്ന് പറയുന്നത് സാമ്പിൾ ആണ്. ഒരു ഹോൾസെയിലറുടെ 500 ആപ്പിൾ എന്ന് പറയുന്നത് അയാളുടെ സാമ്പിൾ ആണ്. അതിൽ എത്ര എണ്ണമാണ് ഇതായിട്ടുള്ളത്? 50 ആർ ഫൗണ്ട് ടു ബി ഡിഫക്റ്റീവ്. അതിൽ 50 എണ്ണം കേട് വന്നതാണ്. ദ ഹോൾസെയിലർ ഓഫ് ദീസ് ആപ്പിളിന്റെ ഹോൾസെയിലർ പറയുന്നത്, അയാൾ ക്ലെയിം ചെയ്യുന്നത്, അയാൾ അവകാശവാദം ദാറ്റ് ഓൺലി 6% ഓഫ് ദി ആപ്പിൾ, അയാൾ ആപ്പിൾ സപ്ലൈ ചെയ്യുന്നതിൽ 6% മാത്രമേ എന്തുണ്ടാവാറുള്ളൂ? ഡിഫക്റ്റീവ് ഉണ്ടാവുള്ളൂ. അപ്പൊ 500 ആപ്പിള്, ഒരു ബോക്സിൽ 500 ആപ്പിൾ ഉണ്ട്, 500ൽ 50 എണ്ണം കേടുള്ളതായിട്ട് കണ്ടെത്തി. അയാളെ സാമ്പിൾ 500 എടുത്ത് നോക്കിയപ്പോൾ അതിൽ 50 എണ്ണം കേടുള്ളതായി കണ്ടെത്തി. അയാൾ പറഞ്ഞത് അയാളെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ അയാൾ മൊത്തമായി ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന ആപ്പിളുകളിൽ 6% മാത്രമേ എന്തുണ്ടാവുള്ളൂ? കേടുണ്ടാവുള്ളൂ എന്നാണ് ക്വസ്റ്റ്യൻ. എന്നിട്ട് അവസാനം പറയുന്നു ടെസ്റ്റ് ദ ക്ലെയിം. ഹോൾസെയിലറുടെ ക്ലെയിം ശരിയാണോ, വാദം ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദ്യം. അത് ടെസ്റ്റ് ചെയ്യാനാണ്. ഹോൾസെയിലറുടെ വാദം എന്താ? അയാൾ അപ്ലൈ ചെയ്യുന്നതിന് 6% മാത്രമേ ഡിഫക്റ്റീവ് ഉണ്ടാവാറുള്ളൂ. എങ്ങനെയാണ് ഇത് ചെയ്യുക? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ടെസ്റ്റ് ദ ക്ലെയിം ഓഫ് ദി ഹോൾസെയിലർ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഹൈപ്പോസ് ടെസ്റ്റ് ചെയ്യാനാണ്. വേറെ ഏത് ചെയ്തിട്ടും പ്രോബബിലിറ്റിയോ റിഗ്രഷനോ കോറിലേഷനോ ചെയ്താലൊന്നും ആൻസർ കിട്ടില്ല. എന്തിനെ ചെയ്യണം? ഹൈപ്പോസ് ടെസ്റ്റ് ചെയ്യുന്ന ആൻസർ തന്നെ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ ഹൈപ്പോസ് ടെസ്റ്റ് ചെയ്യുന്ന ആൻസർ ആവുക? ഏത് ഹൈപ്പോസ് ആണ് ഇതിൽ ചെയ്യുക? Z ഉണ്ട്, T ഉണ്ട്, chi-square ഉണ്ട്, F ടെസ്റ്റ് ഉണ്ട്, അനോവ ഉണ്ട്, നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പൊ ഇതിൽ chi-square ഉപയോഗിക്കാൻ പറ്റില്ല, അനോവ ഉപയോഗിക്കാൻ പറ്റില്ല, F ടെസ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ഏതാ ഉള്ളത്? TO അല്ലെങ്കിൽ Z ടെസ്റ്റോ ആണ്. നമ്മൾ പഠിക്കാത്തൊരു 4ാമത്തെ സിറ്റുവേഷൻ ഉണ്ട്, ടെസ്റ്റ് ഓഫ് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ടെസ്റ്റ് ഓഫ് പോപ്പുലേഷൻ നിങ്ങളെ സിലബസിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് അവിടെ കവർ ചെയ്യാതെ പോയതാണ്. ടെസ്റ്റ് ഓഫ് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന, ടെസ്റ്റ് ഓഫ് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന 4ാമത്തെ സിറ്റുവേഷൻ ഉണ്ട്. പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പെർസെൻറ്റേജ് എന്നാണ് അർത്ഥം. പെർസെൻറ്റേജ്, പോപ്പുലേഷന്റെ പെർസെൻറ്റേജ്. ഇവിടെ പറഞ്ഞിട്ട് ഇവിടെ പോപ്പുലേഷന്റെ പെർസെൻറ്റേജ് എത്ര തന്നിട്ടുണ്ട്? 6%. അയാൾ മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന ആപ്പിൾ 6% എന്തുള്ളൂ, സപ്ലൈ ചെയ്യുന്ന ഹോൾസെയിലിൽ 6% എന്തുള്ളൂ ഡിഫക്റ്റീവ് ഉള്ളൂ. അപ്പോൾ 6% എന്ന് പറയുന്നതാണ് അയാളെ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ. അത് ശരിയാണോ തെറ്റാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോപ്പുലേഷന്റെ പ്രൊപ്പോർഷനും പോപ്പുലേഷന്റെ പെർസെൻറ്റേജും സാമ്പിളിന്റെ പെർസെൻറ്റേജും ഈക്വൽ ആണോ എന്ന് നോക്കാൻ വേണ്ടി. എന്താ പോപ്പുലേഷന്റെ പ്രൊപ്പോർഷൻ പറഞ്ഞിട്ട് 6%, അതന്നെ ആയിരിക്കും അയാളെ സാമ്പിളും 6% ആയിരിക്കും. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഇത് 4ാമത്തെ സിറ്റുവേഷൻ ആണ് കേട്ടോ. സിറ്റുവേഷൻ നമ്പർ 4 ആണ്, ടെസ്റ്റ് ഓഫ് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ. അപ്പൊ ഇതിന്റെ പ്രത്യേകത ഇവിടെ Z ടെസ്റ്റ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. 3ാമത്തെ സിറ്റുവേഷനിൽ T ടെസ്റ്റ് മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ ഏത് മാത്രമേ ഉപയോഗിക്കുള്ളൂ? Z ടെസ്റ്റ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. Z ടെസ്റ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതാണ്: ചെറിയക്ഷരം P മൈനസ് വല്യക്ഷരം P ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ആണ്.
ചെറിയക്ഷരം p മൈനസ് വല്യക്ഷരം p ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ എന്നാണ് ഇക്വേഷൻ. ഓക്കെ, സ്റ്റാൻഡേർഡ് എറർ കാണാനുള്ള ഇക്വേഷൻ സ്റ്റാൻഡേർഡ് എറർ ഈക്വൽ ടു അത് കാണാനുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് p വല്യക്ഷരം p ആണ് പി ക്യൂ ഡിവൈഡ് ബൈ n എന്നാണ്. പി ക്യൂ ഡിവൈഡ് ബൈ n. p എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയക്ഷരം p എന്ന് പറഞ്ഞാല് സാമ്പിളിന്റെ പ്രൊപ്പോർഷൻ ആണ്. സാമ്പിളിന്റെ പ്രൊപ്പോർഷൻ അഥവാ സാമ്പിളിന്റെ പെർസെന്റേജ് സാമ്പിൾ പ്രൊപ്പോർഷൻ ആണ് അഥവാ സാമ്പിളിന്റെ പെർസെന്റേജ്. വല്യക്ഷരം p എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പോപ്പുലേഷന്റെ പ്രൊപ്പോർഷൻ അഥവാ പോപ്പുലേഷന്റെ പെർസെന്റേജ്. പി ഐ ക്യൂ എന്ന് പറഞ്ഞാല് 1 മൈനസ് p ആണ്. 1 മൈനസ് p ആണ് ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിത് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം. നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യണം. എങ്ങനെയായാലും നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യണം. നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യേണ്ടത് എന്താന്നൊക്കെ പഠിപ്പിച്ചു തരാം. അപ്പൊ ആദ്യം നമുക്ക് നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിലുള്ള സാധനമൊക്കെ ആദ്യം എഴുതി വെക്കാം. 500 എന്ന് പറയുന്നത് എന്താണ്? n ആണ്. സാമ്പിളിന്റെ സൈസ് ആണ്. n എന്ന് പറഞ്ഞാൽ സാമ്പിൾ സൈസ് ആണ്. സാമ്പിൾ സൈസ് 500 ആണ്. 500 സാമ്പിള്. അതിൽ 50 എണ്ണമാണ് ഫൗണ്ട് ടു ബി ഡിഫക്റ്റീവ്. സാമ്പിളിന്റെ പ്രൊപ്പോർഷൻ 50 ആർ ഫൗണ്ട് ടു ബി ഡിഫക്റ്റീവ് എന്നാണ്. ദെൻ 50 എന്ന് പറഞ്ഞാൽ സാമ്പിളിന്റെ പ്രൊപ്പോർഷൻ നമുക്ക് കാണാം. സാമ്പിളിന്റെ പെർസെന്റേജ് p എന്ന് പറഞ്ഞാൽ 50. എത്രയാണ് 50-ൽ എത്രയാണ്? 500-ൽ 50. അതാണ് അതിന്റെ പെർസെന്റേജ്. 50 ഡിവൈഡ് ബൈ 500 എന്ന് പറഞ്ഞാൽ 0.1 ആണ്. ഓക്കെ, അതായത് സാമ്പിളിന്റെ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സാമ്പിളിന്റെ ഡിഫക്റ്റീവ് ആയത് 50 ആണ്. 50-ൽ എത്രത്തിലാണ് 50 ആയത്? 500-ൽ. അപ്പൊ 50 ഡിവൈഡ് ബൈ 500 ഈക്വൽ ടു 0.1. ഇനി വല്യക്ഷരം p എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ നേരെ തന്നിട്ടുണ്ട്. എത്രയാണ്? 6%. 6% എന്ന് പറഞ്ഞാൽ 6/100 എന്നാണ്. 6/100 എന്ന് പറഞ്ഞാൽ 0.06 എന്നാണ്. അപ്പൊ p വല്യക്ഷരം p കിട്ടി, ചെറിയക്ഷരം p കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാൻഡേർഡ് എറർ കാണണം. സ്റ്റാൻഡേർഡ് എറർ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഇക്വേഷന് z കാണാനുള്ള ഇക്വേഷൻ ചെറിയക്ഷരം p മൈനസ് വല്യക്ഷരം p ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ എന്നാണ്. സ്റ്റാൻഡേർഡ് എറർ കാണാനുള്ള ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് p. ഏത് p? വല്യക്ഷരം p. വല്യക്ഷരം p ആണ്. അപ്പൊ q കാണണം. q കാണാനുള്ള ഇക്വേഷൻ എന്താ? q ഈക്വൽ ടു q കാണാനുള്ള ഇക്വേഷൻ 1 മൈനസ് p എന്നാണ്. 1 മൈനസ് p എന്നാണ്. 1 മൈനസ് p എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാ? 1 മൈനസ് വല്യക്ഷരം p ആട്ടോ. 1 മൈനസ് 0.06 എന്നാണ്. 0.06 ഈക്വൽ ടു 0.06 ഈക്വൽ ടു 1 മൈനസ് 0.06 ഈക്വൽ ടു 0.94 എന്ന് കിട്ടും. 0.94. അപ്പോ റൂട്ട് ഓഫ് p എന്ന് പറഞ്ഞാൽ എത്രയാ? 0.06 മൈനസ് 06 ഇൻറ്റു 0.94 ഡിവൈഡ് ബൈ n എത്രയാണ്? 500. ഇത് ചെയ്ത സ്റ്റാൻഡേർഡ് എറർ ചെയ്താൽ 0.06 ഇൻറ്റു 0.94 ഡിവൈഡ് ബൈ 500 എന്ന് ചെയ്ത ഉത്തരം നിങ്ങൾക്ക് കിട്ടും 0.01062 എന്ന് കിട്ടും. അതിന്റെ ആൻസർ 0.01062 എന്ന് കിട്ടും. ഇനി നമുക്കത് എവിടേക്ക് ചെയ്യാം? z എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് ചെയ്യാം. z ഈക്വൽ ടു വല്യക്ഷരം p ചെറിയക്ഷരം p എത്രയാ? 0.1 മൈനസ് വല്യക്ഷരം p എത്രയാ കിട്ടിയത്? 0.06 ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ എത്ര കിട്ടി? 0.01062 എന്ന് കിട്ടി. ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? ഉത്തരം ചെയ്താൽ z ടെസ്റ്റ് 3.766 എന്ന് കിട്ടും. z ഈക്വൽ ടു എത്ര എന്ന് കിട്ടി? 3.766. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യാം. നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. p വല്യക്ഷരം p ഈക്വൽ ടു 6%. അതായത് പോപ്പുലേഷന്റെ പ്രപ്പോർഷൻ 6%. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? പോപ്പുലേഷന്റെ 6% തന്നെ ആയിരിക്കും ഉണ്ടാവുക? സാമ്പിളിന്റെ 6%. അതായത് പോപ്പുലേഷന്റെ 6% ഡിഫക്റ്റീവ് ആയിട്ടുള്ളത്. അതന്നെ ആയിരിക്കും സാമ്പിളിലും അതേ 6% ഡിഫക്റ്റീവ് ആവേണ്ടത്. ഓക്കെ, ഇനി ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്തായിരിക്കും? h0 p നോട്ട് ഈക്വൽ ടു 6%. അതിന്റെ അർത്ഥം എന്താ? പോപ്പുലേഷന്റെ പ്രൊപ്പോർഷൻ 6% അല്ല. അപ്പൊ സാമ്പിളിന്റെ പ്രൊപ്പോർഷൻ എത്രയല്ല? 6% അല്ല. അതായത് ഇവിടെ എഴുതിക്കോളൂ, സാമ്പിളിന്റെ പെർസെന്റേജും പിന്നെ പോപ്പുലേഷന്റെ പെർസെന്റേജും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, then അത് കഴിഞ്ഞു. h1 h2 കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് വരാം. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിലേക്ക് എടുക്കാം. നമ്മളെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എത്രയാ? 5% അഥവാ 0.05. ദെൻ നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻഫിനിറ്റി ആണ്. z ന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ ആദ്യം പഠിച്ചതാണ്.
ഇൻഫിനിറ്റി ആണ്. ദെൻ ടേബിൾ വാല്യൂ നോക്കുക, ടേബിൾ വാല്യൂ എടുത്ത് നോക്കുക. എന്താ ടേബിൾ വാല്യൂ എവിടെ നോക്കുക? ZS-നായിട്ട് എന്തുണ്ട്, ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ 0.05 ടു ടൈൽഡ് ടെസ്റ്റ് ബോൾഡ് ലെറ്ററിന് നേരെ താഴെ ഇൻഫിനിറ്റിന്റെ കോളത്തിൽ നോക്കുക. അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇൻഫിനിറ്റിന്റെ കോളത്തിൽ നേരെ നോക്കുമ്പോൾ 1.96 എന്ന് കാണും. ടി ടെസ്റ്റിന്റെയും ZS-ന്റെയും ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ ഡിഗ്രി ഓഫ് ഫ്രീയുടെ നേരെ താഴത്തുണ്ടാവും ഇൻഫിനിറ്റി എന്ന് കാണുന്നു. ഇവിടെ ഇങ്ങനെ നെടുകനുള്ള പിന്നെ കോളത്തിലുണ്ടാവും 0.05 ബോൾഡ് ലെറ്ററിൽ ടു ടൈൽഡ് ടെസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ താഴെ നേരെ നോക്കുക ഇൻഫിനിറ്റി 1.96 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിന്റെ ഡിസിഷൻ എടുക്കാം. ZS നമുക്ക് കിട്ടിയത് എത്ര? 3.766 ടേബിൾ നമുക്ക് കിട്ടിയത് എത്രയാ? 1.96 ആണ്. ഓക്കെ, ടേബിൾ 1.96 ആണ്. അപ്പോൾ ZS കൂടുതലും ടേബിൾ വാല്യൂ കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റിജക്ട് നൾ ഹൈപ്പോസ് റിജക്ട് ചെയ്യണം. നൾ ഹൈപ്പോസ് റിജക്ട് ചെയ്യാന്നാണ് ഇവിടെ. നൾ ഹൈപ്പോസ് എന്താ എഴുതിയിട്ടുള്ളത്? പോപ്പുലേഷന്റെ പ്രൊപ്പോർഷൻ 6%. അപ്പോൾ സാമ്പിളിന്റെ പ്രൊപ്പോർഷൻ എത്രയായിരിക്കും? 6% ആയിരിക്കും. അതല്ല, അത് തെറ്റാണ്. നിങ്ങളോട് എന്ത് സെലക്ട് ചെയ്യാൻ പറഞ്ഞു? ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. പോപ്പുലേഷന്റെ പ്രൊപ്പോർഷൻ 6% അല്ല. നിങ്ങളോട് ചോദ്യം എന്താ? ഹോൾസെയിലറുടെ ക്ലെയിം വാലിഡ് ആണോ എന്നാണ് ചോദ്യം. ഹോൾസെയിലറുടെ ക്ലെയിം വാലിഡ് ആണോ? അല്ല. കാരണം ഹോൾസെയിലർ എത്രയാണ് പറഞ്ഞത്? 6% എന്നാണ്. പക്ഷേ നമ്മളെ ടെസ്റ്റ് പറഞ്ഞത് 6% അല്ല എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? ദ ഹോൾസെയിലർ ക്ലെയിം ഈസ് ഇൻവാലിഡ്. ഇതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ദെൻ 27th ആൻസർ ആണ്. ഈ 28th ക്വസ്റ്റ്യൻ, 28ാമത്തെ ക്വസ്റ്റ്യൻ റാങ്ക് കോറിലേഷൻ കാണാനാണ്. റിപ്പീറ്റേഷൻ ഇല്ലാത്ത റാങ്ക് കോറിലേഷൻ. റിപ്പീറ്റേഷൻ ഉള്ള റാങ്ക് കോറിലേഷൻ ഉണ്ട്, റിപ്പീറ്റേഷൻ ഇല്ലാത്ത റാങ്ക് കോറിലേഷൻ ഉണ്ട്. നമുക്ക് റിപ്പീറ്റേഷൻ ഇല്ലാത്ത റാങ്ക് കോറിലേഷൻ ആണ് 28th ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ റാങ്കിലും റിഗ്രഷനിലും മാത്രമേ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അപ്പൊ 28ാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. 28ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ദ റാങ്കിങ് ഓഫ് 10 ഇൻഡിവിജ്വൽ ഈസ് അറ്റ് ദ സ്റ്റാർട്ട് ആൻഡ് അറ്റ് ദ ഫിനിഷ് ഓഫ് എ കോഴ്സ് ഓഫ് എ ട്രെയിനിങ് ആർ ആസ് ഫോളോസ്. ഒരു കോഴ്സിന്റെ റാങ്ക് ബിഫോറും റാങ്ക് ആഫ്റ്ററും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞിട്ട് താഴേക്ക് A മുതൽ J വരെയുള്ള ഇൻഡിവിജ്വലിനെ തന്നിട്ടുണ്ട്. റാങ്ക് ബിഫോറും റാങ്ക് ആഫ്റ്ററും തന്നിട്ടുണ്ട്. എന്നിട്ട് സ്പിയർമാന്റെ റാങ്ക് കോറിലേഷൻ കാണാനാണ് ക്വസ്റ്റ്യൻ. സ്പിയർമാന്റെ റാങ്ക് കോറിലേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താ? നിങ്ങൾക്കറിയാം 1 - 6 × സിഗ്മ d² ഡിവൈഡ് ബൈ n × n² - 1 എന്നാണ് ഇക്വേഷൻ. ഓക്കെ, ഇതിൽ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സാമ്പിൾസ്. എത്ര നമ്പറുണ്ട്? 10 ഉണ്ട്. ദെൻ D ആണ് കാണേണ്ടത്. D എങ്ങനെ കാണുക? റാങ്കിന്റെ ഡിഫറൻസ് ആണ്. D മീൻസ് റാങ്കിന്റെ ഡിഫറൻസ്. 1 ഉം 6 തമ്മിലുള്ള ഡിഫറൻസ് -5. ദെൻ 6 ഉം 8 തമ്മിലുള്ള ഡിഫറൻസ് -2. അങ്ങനെ ചെയ്യാം. -2. 3 ഉം 3 തമ്മിൽ 0. 7 ഉം 7, 5 ഉം 7 തമ്മിലുള്ള -2. 2 ഉം 10 തമ്മിലുള്ള -8. 7 ഉം 5 തമ്മിലുള്ളത് 2. 10 ഉം 9 തമ്മിലുള്ളത് 1. 8 ഉം 4 തമ്മിലുള്ളത് 4. 4 ഉം 1 തമ്മിലുള്ളത് 3. ഇനി അതിന്റെ എന്ത് കാണണം? ഡിന്റെ സ്ക്വയർ കാണണം. നമുക്ക് വേണ്ടത് എന്താ? സിഗ്മ d² ആണ്. സിഗ്മ d² എന്ന് പറഞ്ഞാൽ റാങ്കിന്റെ ഡിഫറൻസിന്റെ സ്ക്വയർ കാണണം. 5ന്റെ സ്ക്വയർ 25, 2ന്റെ സ്ക്വയർ 4, 0, 7ന്റെ സ്ക്വയർ 49, 2ന്റെ സ്ക്വയർ 4, 8ന്റെ സ്ക്വയർ 64, 2ന്റെ സ്ക്വയർ 4, 1ന്റെ സ്ക്വയർ 1, 4ന്റെ സ്ക്വയർ 16, 3ന്റെ സ്ക്വയർ 9. അത് കൂട്ടിയാൽ നമുക്ക് സിഗ്മ d² കിട്ടും. അത് ടോട്ടൽ ചെയ്താൽ നമുക്ക് 176 എന്ന് കിട്ടും. അപ്പോൾ 176. ഇനി ഒന്നും കാണാനില്ല, ഇക്വേഷനിലേക്ക് നേരിട്ട് ചെയ്താൽ മതി. 1 - 6 × സിഗ്മ d² എത്രയാ? 176 ഡിവൈഡഡ് ബൈ n എത്രയാ? 10 × 10ന്റെ സ്ക്വയർ -1. ഓക്കെ, അപ്പൊ 6 × 1 - 6 × 76 എന്ന് പറഞ്ഞാൽ 1056 എന്ന് കിട്ടും. ഡിവൈഡ് ബൈ 990 എന്ന് കിട്ടും. ആൻസർ കിട്ടുക -0.066 എന്നാണ്. അഥവാ നെഗറ്റീവ് ലോ ഡിഗ്രി ഓഫ് കോറിലേഷൻ ആണുള്ളത്. ഓക്കെ, ഇത്രയാണ് നിങ്ങൾ ഇതിൽ ചെയ്യേണ്ടത്. ഓക്കെ, അതോടുകൂടി പാർട്ട് സി എന്ന് പറയുന്ന ഭാഗം കഴിഞ്ഞു. പാർട്ട് സി എത്ര മാർക്കിന്റെ ആയിരുന്നു? 4 മാർക്കിന്റെ 6 ക്വസ്റ്റ്യൻ എഴുതാനുള്ളതായിരുന്നു. അത് നമ്മൾ ചെയ്തു. എല്ലാം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ പാർട്ട് ഡിയിലേക്കാണ് പോകുന്നത്. പാർട്ട് ഡിയിൽ എന്താ? 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 3 ക്വസ്റ്റ്യൻ ഉണ്ടാവും. നിങ്ങൾ എത്രണ്ണത്തിന് ചെയ്താൽ മതി? 2 എണ്ണത്തിന്റെ ആൻസർ ചെയ്താൽ മതി. ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവുക 2 പ്രോബ്ലവും 1 തിയറി ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ അങ്ങനെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ പറയുന്നത് big food, a fast food chain feels that it is gaining a bad reputation because it takes too time in service customers. Since the chain has 4 restaurants in its town, it is concerned with whether the 4 restaurants have the same average service time. One of the owners of the fast food chain has decided to visit each of the store and monitor the service time for 5 randomly selected customers. He records the following times in minutes. അപ്പൊ എന്താ പറഞ്ഞത് ക്വസ്റ്റ്യനില്?
റെസ്റ്റോറൻറ്റ് ഒരു റെപ്യൂട്ടേഷൻ കുറവായി വരുന്നുണ്ട്. കാരണം എന്താ, അവരുടെ കസ്റ്റമേഴ്സിന് സർവീസ് ടൈം വളരെ കുറഞ്ഞു വരുന്നു എന്ന് പറയുന്നത്. അവർക്ക് ഈ സിറ്റിയിൽ കുറേ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ഓണേഴ്സ് ഒരു കുറച്ച് റെസ്റ്റോറൻറ്റിൽ 5 റെസ്റ്റോറൻറ്റിൽ പോയിട്ട് 5 കസ്റ്റമറിനെ കണ്ടിട്ട് അവരുടെ സർവീസ് ടൈം എത്രയാണ് എന്ന് അളക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്നിട്ട് താഴെ അവർ റെക്കോർഡ് ചെയ്ത സമയം മിനിറ്റ്സിൽ സമയം എടുത്ത് തന്നിട്ടുണ്ട്. ടെസ്റ്റ് വെദർ ഓൾ ദി റെസ്റ്റോറൻറ്റ് ഹാവ് ദ സെയിം മീൻ വേരിയസ് ടൈം. നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ റെസ്റ്റോറൻറ്റും മീൻ വേരിയൻസ് തമ്മിൽ, ടൈമിലെ മീൻ വേരിയൻസ് തമ്മിൽ ഈക്വൽ ആണോ, മീൻ ടൈം ഈക്വൽ ആണോ എന്ന് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് റെസ്റ്റോറൻറ്റിന്റെ ടൈം 5 കസ്റ്റമറുടെ സർവീസാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കോളം ബേസിൽ തന്നിട്ടുള്ളത്. റെസ്റ്റോറൻറ്റിന്റെ സർവീസ് ടൈം തന്നിട്ടുള്ളത് എങ്ങനെയാണ്, റോ ബേസിലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് റോ ബേസിൽ ചെയ്താൽ 1 വേ ആനോവ ചെയ്യാൻ പറ്റും. 1 വേ ആണോ 2 വേ ആണോ? 1 വേ ആണ്. കാരണം എന്താ, ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. റെസ്റ്റോറൻറ്റിന്റെ മീൻ സർവീസ് ടൈമിനെ കുറിച്ച് ടെസ്റ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അത് തന്നിരിക്കുന്നത് എങ്ങനെയാണ്, കോളം ബേസിലല്ല, റോ ബേസിലാണ്. കോളം ബേസിലുള്ളതിനെ നിങ്ങൾ എന്തേക്ക് മാറ്റണം, റോ ബേസിലേക്ക് എടുത്ത് എഴുതേണ്ടത് നിർബന്ധമാണ്. കോളം ബേസിലുള്ളത് എന്ത് ചെയ്യണം, റോ ബേസിലേക്ക് എടുത്ത് എഴുതൽ നിർബന്ധമാണ്. അപ്പൊ എങ്ങനെ വരും, റോ ബേസിലേക്ക് എഴുതുമ്പോൾ റെസ്റ്റോറൻറ്റുകൾ എന്ത് ചെയ്യാം, റെസ്റ്റോറൻറ്റുകളിലെ മുകളിലേക്ക് ഇങ്ങനെ എഴുതാം. റെസ്റ്റോറൻറ്റ് ഇപ്പൊ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയാണ് റെസ്റ്റോറൻറ്റിൽ തന്നിട്ടുള്ളത്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. റെസ്റ്റോറൻറ്റ് എന്ത് ചെയ്യണം, കോളം ബേസിൽ എഴുതിയാലേ 1 വേ അനോവ ചെയ്യാൻ പറ്റുള്ളൂ. 1 വേ അനോവ കോളം ബേസിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഇത് മറിച്ച് എഴുതുമ്പോൾ എങ്ങനെ വരും, 3, 4, 5.5, 3.5, 4, ദെൻ രണ്ടാമത്തത് 3, 3.5, 4.5, ദെൻ 4, 5.5, ദെൻ അടുത്തത് 2, 3.5, 5, ദെൻ 6.5, ദെൻ 6, ദെൻ 3, 4, 5.5, 2.5, ദെൻ 3. അങ്ങനെ വരും. അപ്പൊ ഈ ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യനിൽ പലപ്പോഴും പേഴ്സൻറ്റേജ് വന്നിട്ടുണ്ട്, പോയിന്റുകൾ വന്നിട്ടുണ്ട് പലയിടത്തും, 3.5, 4.5. അപ്പൊ ഇത് അരിത്തമെറ്റിക് കാൽക്കുലേഷൻ എന്ത് ചെയ്യും, കോംപ്ലിക്കേറ്റഡ് ആക്കും. അരിത്തമെറ്റിക് കാൽക്കുലേഷൻ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിവിടെ കോഡി മെത്തേഡ് ചെയ്യുമ്പോൾ 2 തരം കോഡി മെത്തേഡ് ചെയ്യുന്നുണ്ട്. ഒന്ന്, ഹിയർ വി യൂസ് കോഡി മെത്തേഡ്. നമ്മളിവിടെ കോഡി മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. എന്താ കോഡി മെത്തേഡ്? ഫസ്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ഈച്ച് വാല്യൂ, മസ്റ്റ്ലി മൾട്ടിപ്ലൈ 10, multiply 10, multiply all figures by 10, multiply all figures by 10. എല്ലാ ഫിഗറിനെയും 10 കൊണ്ട് നമ്മൾ ഗുണിക്കുന്നു. എന്തിനാ 10 കൊണ്ട് ഗുണിക്കണത്? 6.5-ന് എന്റെ പോയിന്റ് ഒഴിവാക്കാനാണ്. 4.5-ന് 3.5-ന് 3.5-ന് 5.5-ന് ഒക്കെ എന്ത് ഒഴിവാക്കാനാണ്? പോയിന്റ് ഒഴിവാക്കാൻ. മൾട്ടിപ്ലൈ ബൈ ആൾ ഫിഗേഴ്സ് ബൈ 10 ആൻഡ് സബ്സ്ട്രാക്ട്. അതിനൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാത്തിനെയും കുറക്കും ചെയ്യുന്നുണ്ട്. എന്തിനാ, പിന്നെ വലുതാവും. ഗുണിക്കുമ്പോൾ എങ്ങനെയായാലും 3-നെ 10 കൊണ്ട് ഗുണിച്ചാൽ 30 ആവും, 5.5-നെ ഗുണിച്ചാൽ 55 ആവും. അപ്പൊ സബ്സ്ട്രാക്ട് 40 ഫ്രം ഈച്ച് വാല്യൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 40 ഫ്രം ഈച്ച്, എല്ലാ വാല്യൂവിൽ നിന്നും 40 കുറക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യട്ടാ, കോഡിംഗ് മെത്തേഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. ഗുണിച്ചു നോക്കാം. 30, ദെൻ 40, ദെൻ 55, ദെൻ 35, ദെൻ 40. അടുത്ത് ഗുണിക്കുമ്പോൾ 30, 35, 45, 40, 55, ദെൻ 20, 35, 50, 65, 60, ദെൻ 30, 40, 55, 25, 30. അങ്ങനെ വന്നു. എന്തുകൊണ്ട് ഗുണിക്കുമ്പോൾ? 10 കൊണ്ട് ഗുണിക്കുമ്പോൾ. ഓക്കെ, ഇനി നമുക്ക് ഇതിനെന്ത് ചെയ്യാം, ഈ 10 കൊണ്ട് ഗുണിച്ചു വെച്ചതിനെ നമുക്ക് 40 കൊണ്ട് കുറക്കാം. എന്ത് ചെയ്യണം, 40 കൊണ്ട് നമുക്ക് കുറക്കാം. 30-ന്ന് 40 കുറച്ചാൽ എത്രയാ, -10. അങ്ങനെ ഓരോന്ന് എഴുതാം. -10, 40-ന്ന് 40 കുറച്ചാൽ 0, 55 40 കുറച്ചാൽ 15, 35 40 കുറച്ചാൽ 5, 40 40 കുറച്ചാൽ 0, 30 40 കുറച്ചാൽ -10, 35 40 കുറച്ചാൽ -5, 45 കുറച്ച് 40, 5, 40 40 കുറച്ചാൽ 0, 55 40 കുറച്ചാൽ 15, ദെൻ 20 40 കുറച്ചാൽ 20, -20, 35 40 കുറച്ചാൽ -5, 50 40 കുറച്ചാൽ 10, 65 40 കുറച്ചാൽ 15, 60 40 കുറച്ചാൽ 20, 25, ദെൻ 30 40 കുറച്ചാൽ -10, 40-ന്ന് 0, 55-ന്ന് 15, ദെൻ 25-ന്ന് -15,
then 30 minus 10 ഇങ്ങനെ വരും. ഓക്കെ, നമുക്ക് ഈ ഡാറ്റ വെച്ച് ചെയ്യാം. ഈ ഡാറ്റ ഒന്നും നമുക്ക് വേണ്ട, നമ്മൾ ചെറുതാക്കി കോഡിംഗ് മെത്തേഡ് ഉപയോഗിച്ചു. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് തുടങ്ങാം. അപ്പോൾ ഇനി ഇതാണ് ഡാറ്റ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? കോളം ബേസിൽ ടോട്ടൽ വേണമെന്ന് നമുക്കറിയാം. 1 way നമുക്ക് കോളം ബേസിലാണ് ടോട്ടൽ വേണ്ടത്. അപ്പോൾ ടോട്ടൽ ചെയ്ത് വെക്കാം. ടോട്ടൽ എത്ര വരും? 0. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ 0 വരും. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ 5 വരും. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ 30 വരും. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ -20 വരും. ഓക്കെ, നിങ്ങൾക്ക് ഓരോരോ സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് അറിയാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് കറക്ഷൻ ഫാക്ടർ കാണണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കറക്ഷൻ ഫാക്ടർ കാണണം. കറക്ഷൻ ഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. എന്താ കറക്ഷൻ ഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ? t² / n എന്നാണ്. ടി എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം കൂടിയും കൂട്ടിയത്, സം ഓഫ് ഓൾ ഒബ്സർവേഷൻ, എല്ലാ ഒബ്സർവേഷനും കൂടിയും കൂട്ടിയതിനാണ് ടി എന്ന് പറയാം. അതിന് പകരം നമ്മൾ എല്ലാ കോളം കൂടിയും കൂട്ടിയിട്ടുണ്ട്. എല്ലാ കോളം കൂട്ടിയാലും പിന്നെ എല്ലാ കോളം കൂട്ടിയതും കൂടിയും കൂട്ടിയാൽ എന്ത് കിട്ടും? സം ഓൾ ഒബ്സർവേഷൻ കിട്ടും. 0, 5 + 30 + -20 അതിന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ ഇതിന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ n. എത്ര എണ്ണം ഉണ്ട്? ഓരോ കോളത്തിൽ എത്ര എണ്ണം ഉണ്ട്? ഒന്നിൽ 5 എണ്ണം വീതം ഉണ്ട്. അങ്ങനെ 4 എണ്ണം ഉണ്ട്. അപ്പൊ 4 5 20 എണ്ണം ഉണ്ട്. ആകെ 20 ഐറ്റമാണ്, 20 നമ്പർ ആണ് ഉള്ളത്. അപ്പോൾ അതിന് ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടുക 11.25 എന്ന് കിട്ടും. 11.25 എന്ന് കിട്ടും. ഓക്കെ, ദെൻ നോക്കാം. 11.25 എന്ന് കിട്ടും കറക്ഷൻ ഫാക്ടർ. ദെൻ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണേണ്ടത് എന്താ? SST ആണ്. SST എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ആൾ ഒബ്സർവേഷൻ. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ആൾ ഒബ്സർവേഷൻ മൈനസ് t² ഡിവൈഡ് ബൈ n എന്നാണ്. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ആൾ ഒബ്സർവേഷൻ മൈനസ് t² ഡിവൈഡ് ബൈ എന്നാണ്. എന്താ സം ഓഫ് സ്ക്വയേഴ്സ് ആൾ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഓരോ ഒബ്സർവേഷനെയും സ്ക്വയർ ചെയ്യുക, എന്നിട്ട് അതിനെ കറക്ഷൻ ഫാക്ടർ കൊണ്ട് മൈനസ് ചെയ്യുക. അപ്പോൾ സം ഓഫ് സ്ക്വയേഴ്സ് ആൾ ഒബ്സർവേഷൻ ഇല്ല. ഇതിൽ തന്നിരിക്കുന്ന ഓരോ ഡാറ്റനെ എന്ത് ചെയ്യുക? ഇത് x1 ആണ്, ഇത് x2 ആണ്, ഇത് x3 ആണ്, ഇത് x4 ആണ്. ഇതിനൊക്കെ സ്ക്വയർ ചെയ്യുക, ഓരോന്നിനെയും സ്ക്വയർ ചെയ്യുക. അപ്പൊ നമുക്ക് x1 സ്ക്വയർ ചെയ്യാം. 10 സ്ക്വയർ ചെയ്താൽ 100, 0 സ്ക്വയർ ചെയ്താൽ 0, 15 സ്ക്വയർ ചെയ്താൽ 225, 5 സ്ക്വയർ ചെയ്താൽ 25, 0 സ്ക്വയർ ചെയ്താൽ 0. ദെൻ x2 നമുക്ക് സ്ക്വയർ ചെയ്യാം. 10 സ്ക്വയർ ചെയ്താൽ 100, ദെൻ 5 സ്ക്വയർ ചെയ്താൽ 25, 5 സ്ക്വയർ ചെയ്താൽ 25, 0, 15 സ്ക്വയർ ചെയ്താൽ 225. ഇനി x3 സ്ക്വയർ ചെയ്യാം. 20 സ്ക്വയർ ചെയ്താൽ 400, ദെൻ 5 സ്ക്വയർ ചെയ്താൽ 25, ദെൻ 10 സ്ക്വയർ ചെയ്താൽ 100, ദെൻ 25 സ്ക്വയർ ചെയ്താൽ 225, ദെൻ 20 സ്ക്വയർ ചെയ്താൽ 400. ദെൻ x4 നമുക്ക് സ്ക്വയർ ചെയ്യാം. x4 സ്ക്വയർ ചെയ്താൽ 10 സ്ക്വയർ ചെയ്താൽ 100, ദെൻ 0 സ്ക്വയർ ചെയ്താൽ 0, ദെൻ 0 സ്ക്വയർ ചെയ്താൽ 0, ദെൻ 15 സ്ക്വയർ ചെയ്താൽ 225, 15 സ്ക്വയർ ചെയ്താൽ 225, 10 സ്ക്വയർ ചെയ്താൽ 100. ദെൻ ഇതിനെ ടോട്ടൽ ചെയ്യാം. ഓക്കെ, x1 സിഗ്മ x1 ഹോൾ സ്ക്വയറിന്റെ ടോട്ടൽ കിട്ടുക എത്രയാ? സിഗ്മ x1 സ്ക്വയറുകളാണ് ഇതൊക്കെ. x2 x3 ഒക്കെ സ്ക്വയർ ആണ്. എത്ര കിട്ടും? 350 എന്ന് കിട്ടും. s1 സ്ക്വയർ, s2 സ്ക്വയർ 375 എന്ന് കിട്ടും. x3 സ്ക്വയർ 1550 എന്ന് കിട്ടും. x3 സ്ക്വയർ 650 എന്ന് കിട്ടും. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടും. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ആൾ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കോളത്തിൽ 350 കിട്ടി, രണ്ടാമത്തെ കോളത്തിൽ 375 കിട്ടി, മൂന്നാമത്തെ കോളത്തിൽ 1550 കിട്ടി, നാലാമത്തെ കോളത്തിൽ 650 കിട്ടി. അതിന് t² - n 11.25 ആണ് എന്ന് കിട്ടിയിട്ടുണ്ട്. കുറച്ചാ നമുക്ക് SSC കിട്ടും. SSC കിട്ടും 2913.75 എന്ന് കിട്ടും. ഇനി SSC കിട്ടിയ അടുത്തത് എന്താ? നിങ്ങൾക്കറിയാം സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ കോളമാണ്. SSC എങ്ങനെ കാണാം? ഇക്വേഷൻ കാണാതെ അറിയാം. സിഗ്മ x1 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ അതിലുള്ള എണ്ണം പ്ലസ് സിഗ്മ x2 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ അതിന്റെ എണ്ണം n2 പ്ലസ് സിഗ്മ x3 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ അതിലുള്ള എണ്ണം n3 പ്ലസ് എത്ര കോളം ഉണ്ട്? ആകെ 4 കോളം. സിഗ്മ x4 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ n4 മൈനസ് t² ഡിവൈഡ് ബൈ n അഥവാ കറക്ഷൻ ഫാക്ടർ. അപ്പൊ സിഗ്മ x1 ഹോൾ സ്ക്വയർ പറഞ്ഞാൽ ഏതാ? 350 സ്ക്വയർ എന്നാണോ അതോ 350 എന്നാണോ? അല്ല, സിഗ്മ x1 എന്ന് പറഞ്ഞാൽ x1 സിഗ്മ അതിന്റെ എന്ത് സ്ക്വയർ? 0 സ്ക്വയർ ഡിവൈഡ് ബൈ അതിലുള്ള എണ്ണം 1 2 3 4 5. രണ്ടാമത് സിഗ്മ x2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിലെ 5 സ്ക്വയർ, ഇതിന്റെ ടോട്ടൽ 5 സ്ക്വയർ, അതിലുള്ള എണ്ണം 5. അപ്പൊ നമുക്ക് ചെയ്യാം. സിഗ്മ x1 എത്രയാ? 0 സ്ക്വയർ ഡിവൈഡ് ബൈ 5 പ്ലസ് രണ്ടാമത്തെ കോളത്തിന്റെ ടോട്ടൽ 5 സ്ക്വയർ ഡിവൈഡ് ബൈ അതിലുള്ള എണ്ണം 5 പ്ലസ് 30 സ്ക്വയർ ഡിവൈഡ് ബൈ അതിലുള്ള എണ്ണം 5 പ്ലസ് -20 ഹോൾ സ്ക്വയർ
ഡിവൈഡഡ് ബൈ അതിലുള്ള എണ്ണം 5 മൈനസ് 11.25. അപ്പൊ എത്ര കിട്ടും? SSC കിട്ടുന്നതിന്റെ എണ്ണം 253.75 എന്ന് കിട്ടും. 253.75. അപ്പൊ SSC ആയി. ഇനി നമുക്ക് ചെയ്യേണ്ടത് SSC ആയി. ഇനി നമുക്ക് ചെയ്യേണ്ടത് SSE ആണ്. SSE കാണാനുള്ള ഇക്വേഷൻ എന്താ? SST മൈനസ് SSC ചെയ്താൽ മതി. SST മൈനസ് SSC. SST എത്രയാണ് നമുക്ക് കിട്ടിയത്? 2913.75 മൈനസ് 253.75 ചെയ്താൽ മതി. അപ്പൊ ആൻസർ എത്ര കിട്ടും? SSC 2660 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ആണ്. അതിൽ ഫസ്റ്റ് MSC ആണ് ചെയ്യേണ്ടത്. MSC കാണാനുള്ള ഇക്വേഷൻ എന്താ? SSC ഡിവൈഡ് ബൈ MSCയുടെ പിന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം C-1. SSC എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 253.75 ഡിവൈഡഡ് ബൈ 253.75 ഡിവൈഡ്. എത്ര കോളം ഉണ്ട് നമ്മളെ ക്വസ്റ്റ്യനിൽ? 1 2 3 4 കോളം. 1 കോളം 2 കോളം 3 കോളം 4 കോളം. 4 മൈനസ് 1 ഈക്വൾ 253.75 ഡിവൈഡ് ബൈ 4 84.58 എന്ന് കിട്ടും. ദെൻ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് MSC കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് MSE ആണ്. MSE കാണാനുള്ള ഇക്വേഷൻ SSE ഡിവൈഡ് ബൈ N-C എന്നാണ്. N-C എന്നാണ്. SSE എന്ന് പറയുന്നത് എത്ര കിട്ടി നമുക്ക്? SSE 2660 ഡിവൈഡ് ബൈ എത്ര എണ്ണം ഉണ്ടാകുക? 20 എണ്ണം. 20 മൈനസ് 1 ഈക്വൽ ടു ഇതിന്റെ ഉത്തരം കിട്ടാം 166.25 എന്നാണ്. ദെൻ അതിന്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് എന്ത്? F ടെസ്റ്റ് ചെയ്യേണ്ടത്. F ടെസ്റ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ? MSE ഡിവൈഡഡ് ബൈ MSC എന്ന് പറയുന്നതാണ്. MSE ഡിവൈഡ് ബൈ MSE എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇവിടെ എന്ത് വേണം? MSE ഡിവൈഡ് ബൈ MSC എന്താണ്? ഗ്രേറ്റർ ഡിവൈഡ് ബൈ സ്മോളർ ആണ്. MSC ആണ് വലുതെങ്കിൽ അതാണ് ആദ്യം എഴുതേണ്ടത്. MSC ആണ് വലുതെങ്കിൽ അതാണ് ആദ്യം എഴുതേണ്ടത്. ഏതാ ഇവിടെ വലുത്? MSE തന്നെയാണ് വലുത്. എത്രയും 166 പോയിന്റ്. അപ്പൊ ഇതേപോലെ തന്നെയാണ് ഇക്വേഷൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മാറ്റി എഴുതേണ്ട ആവശ്യമില്ല. 166.25 ഡിവൈഡ് ബൈ ദെൻ MSC കിട്ടുന്നത് 84.58 എന്ന് കിട്ടും. നമുക്ക് F റേഷ്യോ എത്ര കിട്ടും? 1.97 എന്ന് കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? അടുത്ത് ചെയ്യേണ്ടത് എന്താ? അനോവ ടേബിൾ വരയ്ക്കണം. അപ്പൊ നമുക്ക് അനോവ ടേബിൾ വരയ്ക്കാം. അനോവ ടേബിൾ വരച്ചതിന് ശേഷം നമുക്ക് നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യാം, ഡിസിഷൻ എടുക്കാം. അപ്പൊ നമുക്ക് അനോവ ടേബിൾ വരയ്ക്കാം. ഏത് അനോവ ടേബിൾ ആണ്? 1 വെന്റ് അനോവയാണ്. അനോവ 1 വേ എന്തൊക്കെ ഉണ്ടാവുക? സോഴ്സസ് ഓഫ് വേരിയേഷൻ, ദെൻ സം ഓഫ് സ്ക്വയേഴ്സ്, പിന്നെയോ മീൻ സം ഓഫ് സ്ക്വയേഴ്സ്, അല്ല സോറി അതിന് മുന്നേ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാവും. അടുത്ത കോളം മീൻ സം ഓഫ് സ്ക്വയേഴ്സ്, മീൻ സ്ക്വയേഴ്സ് ഉണ്ടാവും. ദെൻ ലാസ്റ്റ് കോളം എന്തുണ്ടാവും? F റേഷ്യോ. അപ്പൊ സോഴ്സ് ഓഫ് വേരിയേഷനിൽ ബെറ്റ്വീൻ സാമ്പിൾ ആണ്. ബെറ്റ്വീൻ സാമ്പിൾ അതിൽ നമ്മൾ എഴുതേണ്ടത് SSC ആണ്. SSCക്ക് നമുക്ക് എത്ര ആൻസർ കിട്ടി? 253.75 എന്ന് കിട്ടി. 253.75 എന്ന് കിട്ടി. അതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താ? C-1 ആണ്. കോളം -1, 4 - 1 ഈക്വൽ ടു 3 എന്ന് കിട്ടി. ദെൻ അവിടെ MSC ആണ് ഉള്ളത്. MSC എത്ര കിട്ടിയത് നമുക്ക്? 54.58 എന്ന് കിട്ടി. ദെൻ ബെറ്റ്വീൻ സാമ്പിളായി. ഇനി വിത്തിൻ സാമ്പിൾ അതിൽ നമുക്ക് കിട്ടുന്നത് SSE ആണ്. SSE നമുക്ക് എത്ര കിട്ടി? 2660 എന്ന് കിട്ടി. ഇതിൻ്റെത് N-1 ആണ്. N-1 എന്ന് പറഞ്ഞാൽ 20 - 1 ആണ്, 19 എന്ന് കിട്ടും. ഇനി അതിൻ്റെത് MSE ആണ്. MSE എത്ര കിട്ടിയത്? 166.25 എന്നാണ്. ദെൻ അടുത്ത കോളം എന്ത് കോളാ? ടോട്ടലിന്റെ കോളാണ്.
ടോട്ടൽ എന്ന് പറഞ്ഞാൽ SST ഇത് രണ്ടും കൂടി കൂട്ടിയാൽ മതി, അപ്പോൾ ടോട്ടൽ കിട്ടും. SST എത്ര നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്, 2975.75 എന്ന് കിട്ടും. ഇത് n-1 ആണ്. 20 - 1 എന്ന് പറഞ്ഞാൽ 19 20 - 1 എന്ന് കിട്ടും. ദെൻ സോറി ഇത് 20 - 4 ആണ് അല്ലേ, സോറി 20 - 4 എന്നാണ്. ഇവിടെ 20 നമ്മളിവിടെ n-c ആണ്, സോറി 20 - 1 അല്ല, സോറി 20 - 4 ആണ്. കോളം 4 ഉണ്ട് കേട്ടോ, സോറി. ദെൻ ഇവിടെ 20 - 4 = 16 എന്നാണ്. ഇപ്പം 20 - 1 എന്ന് പറഞ്ഞാൽ 19 എന്നാണ്. MSc കിട്ടി. ഇനി F റേഷ്യോ കാണണം. F റേഷ്യോ നമുക്ക് എത്ര കിട്ടി, F എത്ര കിട്ടി അവസാനം 1.97 എന്ന് കിട്ടി. ഇങ്ങനെ ടാബിൾ വരച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്, നൾ ഹൈപ്പോസ് സെറ്റ് ചെയ്യണം. എന്താ നൾ ഹൈപ്പോസ് സെറ്റ് ചെയ്ത് വെക്കുക, നൾ ഹൈപ്പോസ് എന്താ സെറ്റ് ചെയ്ത് വെക്കുക, കോളത്തിൽ തന്നതൊക്കെ ഈക്വൽ ആണ്. എന്താ കോളത്തിൽ തന്നിട്ടുള്ളത്, നൾ ഹൈപ്പോസ് നമ്മൾ കോളം തിരിച്ചെഴുതി. കോളത്തിൽ തന്നിരിക്കുന്നത് മീൻ സർവീസ് ടൈം ഓഫ് ആൾ റെസ്റ്റോറന്റ് എന്നാക്കി. റെസ്റ്റോറന്റ് റോ വൈസിലായിരുന്നു, കോളം വൈസിലാക്കി. അത് ഈക്വൽ ആണ് എന്ന് എഴുതാം. അപ്പൊ എന്തെഴുതും, മീൻ സർവീസ് ടൈം ഓഫ് all restaurant are equal എന്ന് എഴുതും. ഇനി ആൾട്ടർനേറ്റീവ് ഹൈപ്പോസിസ് എന്ത് എഴുതും, ഈക്വൽ അല്ല എന്ന് എഴുതും. മീൻ സർവീസ് ടൈം ഓഫ് all restaurant are not equal അല്ല എന്ന് എഴുതും. ഇനി നമുക്ക് നൾ ഹൈപ്പോസിസ് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്ന് എഴുതും. എഫ് ടെസ്റ്റ് നമുക്ക് എത്ര കിട്ടി, സോറി ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമുക്ക് എടുക്കണം. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എത്രയാ, ക്വസ്റ്റ്യനിൽ പറയാത്തത് കൊണ്ട് 5% ആണ്. ദെൻ ഡിഗ്രി ഓഫ് ഫ്രീഡം എടുക്കും. എത്രയാ ഡിഗ്രി ഓഫ് ഫ്രീഡം, MSc വെച്ചാണ്. MSc ആണ് നമ്മൾ മുകളിൽ എഴുതിയത്. എഫ് റേഷ്യോ ചെയ്തപ്പോൾ നമ്മൾ എന്താണോ ചെയ്തത്, എഫ് റേഷ്യോ ചെയ്തപ്പോൾ നമ്മൾ ഇക്വേഷൻ എടുത്തത് എങ്ങനെയാ, എഫ് റേഷ്യോ ചെയ്തപ്പോൾ MSc ഡിവൈഡ് ബൈ MSc എന്നായിരുന്നു. അപ്പൊ MSന്റെ നേരെ ഉള്ളതായിരിക്കും അതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഏതാ, n-1. MSന്റെ നേരെ ഉള്ളതാണ് എന്ത്, അതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പൊ എങ്ങനെ വരും, 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാവും. V1 എന്ന് പറയുന്നത് n-c-യും V2 എന്ന് പറയുന്നത് c-1 ആണ്. അപ്പൊ n-1 എന്ന് പറഞ്ഞാൽ എത്ര, n-1 ഇവിടെ ഉണ്ട് 16, n-c എന്ന് പറഞ്ഞാൽ 16, c-1 അവിടെ ഉണ്ട് എത്രയാ 3. 16-ല് മൂന്നാമത്തെ കോളം നോക്കുക. 16-ല് മൂന്നാമത്തെ കോളം കിട്ടും നമുക്ക് ടാബിൾ വാല്യൂ കിട്ടും. ടാബിൾ വാല്യൂ എത്രയാ കിട്ടുക, ടാബിൾ വാല്യൂ കിട്ടും. ടാബിൾ വാല്യൂ കിട്ടുന്നത് 8.66 എന്നാണ്. 8.66 എന്നാണ്. അപ്പൊ നമ്മൾ ചെയ്ത് നോക്കുക. എഫ് നമുക്ക് കിട്ടിയ എഫ് എത്രയായിരുന്നു, 1.97 എന്നായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ ടാബിൾ എത്രയാണ്, 8.66 എന്നാണ്. ടാബിൾ വാല്യൂ കൂടുതലും മറ്റേത് കുറവാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആക്സെപ്റ്റ് നൾ ഹൈപ്പോസിസ് ആക്സെപ്റ്റ് ചെയ്യാം. ഇത് കൂടുമ്പോഴാണ്, ടാബിൾ വാല്യൂ കൂടുമ്പോഴാണ്, ചെയ്ത എഫ് ടെസ്റ്റ് കുറയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, നൾ ഹൈപ്പോസിസ് ആക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ നൾ ഹൈപ്പോസിസ് ആക്സെപ്റ്റ് ചെയ്ത് നൾ ഹൈപ്പോസിസ് എന്ന് പറഞ്ഞിരിക്കുന്നത് മീൻ സർവീസ് ടൈം ഓൾ റെസ്റ്റോറന്റ് ആർ സെയിം. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താ, മീൻ സർവീസ് ടൈം ഓൾ റെസ്റ്റോറന്റ് ആർ സെയിം എന്നാണോ ചോദ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താം, മീൻ സർവീസ് ടൈം ഓഫ് all restaurant are equal അല്ലെങ്കിൽ സെയിം ആണ് എന്ന് എഴുതും. സെയിം ആണോ എന്നാണ് ചോദ്യം. നമുക്ക് എന്ത് കിട്ടി, നമ്മൾ നൾ ഹൈപ്പോസിസ് ശരിയാണോ എന്ന് കിട്ടി, സെയിം ആണ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ താഴെ എന്ത് ചെയ്ത് വെച്ചു, സെയിം ആണ് എന്ന് എഴുതി വെച്ചു. ഓക്കെ, ഇതാണ് 29ാമത്തെ ക്വസ്റ്റ്യൻ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. 30ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് സാമ്പിൾ പോൾ ഓഫ് വോട്ട് ഫോർ 2 candidates A and B for a public office are taken. One from resident of rural area and the other from among the resident of urban area. The results are given below. Examine whether the nature of the area is related to voting preference in the election. എന്നിട്ട് കാൻഡിഡേറ്റ്സും ഏരിയ, റൂറൽ ഏരിയയിൽ കാൻഡിഡേറ്റ്സ് ഇങ്ങനെ AB എന്ന് തന്നിട്ടുണ്ട്, റൂറൽ ഏരിയ എന്ന് പറഞ്ഞിട്ട് ഇവിടെയും അർബൻ ഏരിയ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, ക്വസ്റ്റ്യൻ എന്താ, 2 സാമ്പിളുകൾ തന്നിട്ടുണ്ട്. 2 തരം കാൻഡിഡേറ്റ്സ് A and B സംബന്ധിച്ചും പോളിംഗ് സംബന്ധിച്ചുമായിട്ടുള്ള 2 സാമ്പിളുകൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് എന്തുമായി ബന്ധപ്പെട്ടാണ്, കാൻഡിഡേറ്റ്സിന്റെ റൂറൽ ഏരിയയിലെയും പിന്നെ അർബൻ ഏരിയയിലെയും അവരുടെ വോട്ടിംഗ് പ്രിഫറൻസ് ആണ്. റൂറൽ ഏരിയയിലെ ആളുകൾ എത്രമാത്രം എക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, ബിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ അർബൻ ഏരിയയിലെ ആളുകൾ എക്ക് എത്ര വോട്ട് ചെയ്തിട്ടുണ്ട്, ബിക്ക് എത്ര വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ റൂറൽ എയും
പിന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞുള്ളത് ഏരിയന്റെ നാച്ചുറൽ അനുസരിച്ച് ആളുകളുടെ വോട്ടിംഗ് പ്രിഫറൻസിൽ മാറ്റം വരുന്നുണ്ട്. ഏരിയന്റെ അതായത് അർബൻ ഏരിയയിലും ലോക്കൽ ഏരിയയിലും റൂറൽ ഏരിയയിലെ ആളുകളും വോട്ടിങ്ങിൽ അവരുടെ പ്രിഫറൻസിൽ എന്തെങ്കിലും വല്ല മാറ്റം ഉണ്ടോ എന്നാണ് ചോദ്യം. ഇത് ഏത് ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടതാണ്? ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ പറഞ്ഞത് ഹൈപ്പോസ് ടെസ്റ്റ് ചെയ്യാനാണ്. ഏത് ഹൈപ്പോസ് ഉപയോഗിക്കാം? അനോവ അല്ല, എഫ് ടെസ്റ്റും അല്ല. അനോവി എഫ് ടെസ്റ്റ് ഒക്കെ ആണെങ്കിൽ മീനിന് ടെസ്റ്റ് ചെയ്യാനാണ് പറയാം. അപ്പൊ ഇവിടെ ഏതാ? സെഡും ടിയും അല്ല. ഇതേതാ? 2/2 മെട്രിക്സിന്റെ രൂപത്തിലാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഏതായിരിക്കും? കൈ സ്ക്വയർ. കൈ സ്ക്വയറിൽ 3 എണ്ണം ഉണ്ട്. 3 തരം സിറ്റുവേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ടെസ്റ്റ് ഓഫ് ഒന്ന് ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ്, 2 ടെസ്റ്റ് ഓഫ് ഹോമോജിനിറ്റി, 3 ടെസ്റ്റ് ഓഫ് ഗുഡ്നസ് ഓഫ് ഫിറ്റ്. ഇതിൽ ഏതിലത് വിടാം? ടെസ്റ്റ് ഓഫ് ഗുഡ്നസ് ഓഫ് ഫിറ്റ് ആണെങ്കിൽ ഏതെങ്കിലും ബൈനോമിയലോ പോയിസോണോ ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ടായിരിക്കും. ഇത് അതുമായി ബന്ധപ്പെട്ടല്ല. അപ്പൊ പിന്നെ 2 എണ്ണം ഉണ്ട്. ഏതൊക്കെ? ടെസ്റ്റ് ഓഫ് ഹോമോജിനിറ്റിയും ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഇതിൽ ഏത് വരും? ടെസ്റ്റ് ഓഫ് ഹോമോജിനിറ്റി ആണോ ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ആണോ? ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ആണെങ്കിൽ ഒരു സാമ്പിള്, ദെൻ 2 ആട്രിബ്യൂട്ട്. ഇൻഡിപെൻഡന്റിലാണെങ്കിൽ ഹോമോജിനിറ്റി ആണെങ്കിൽ 2 സാമ്പിള്, 1 ആട്രിബ്യൂട്ട്. ഇതാണ് ഹോമോജിനിറ്റി. ഇത് ഹോമോജിനിറ്റിയും ഇത് ഇൻഡിപെൻഡൻസും അളക്കാനുള്ളത്. ഇൻഡിപെൻഡൻസ് അളക്കാനുള്ളതാണ്. എങ്ങനെയായിരിക്കും എന്നാ പറഞ്ഞത്? ഇൻഡിപെൻഡൻസ് അളക്കാണെങ്കിൽ 1 സാമ്പിള്, ദെൻ 2 ആട്രിബ്യൂട്ട്. ദെൻ ഇതാണെങ്കിലോ ഹോമോജിനിറ്റി അളക്കാനാണെങ്കിൽ 2 സാമ്പിള്, 1 ആട്രിബ്യൂട്ട്. ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് എത്ര സാമ്പിൾ ഉണ്ട്? 2 സാമ്പിൾസ് ആർ ഗിവൺ എന്ന് ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട്. അപ്പൊ 2 സാമ്പിൾ ആണുള്ളത്. 1 ആട്രിബ്യൂട്ട് ആണുള്ളത്, വോട്ടിംഗ് പ്രിഫറൻസ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ആണുള്ളത്. അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് ഏതാണ്? ടെസ്റ്റ് ഓഫ് ഹോമോജിനിറ്റി ആണ് ചെയ്യേണ്ടത്. ടെസ്റ്റ് ഓഫ് ഹോമോജിനിറ്റി. അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് ഏതാണ്? ടെസ്റ്റ് ഓഫ് ഹോമോജിനിറ്റി ആണ്. എന്താ ടെസ്റ്റ് ഓഫ് ഹോമോജിനിറ്റി ചെയ്യാനുള്ള കാരണം? 2 സാമ്പിൾസ് ഉണ്ട്, 2 സാമ്പിൾസ് ഉണ്ട്, ഏതൊരു ആട്രിബ്യൂട്ടും ആണുള്ളത്. ഏതാ ആട്രിബ്യൂട്ട്? വോട്ടിംഗ് പ്രിഫറൻസും റൂറൽ ഏരിയയിൽ അർബൻ ഏരിയയിൽ 2 സാമ്പിളും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കൈ സ്ക്വയർ ചെയ്യാനുള്ള ഇക്വേഷൻ അറിയാം. എന്താ കൈ സ്ക്വയർ ചെയ്യാനുള്ള ഇക്വേഷൻ? സിഗ്മ ഓ മൈനസ് ഇ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ഇ. എന്താ ഓ എന്ന് പറഞ്ഞാൽ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി. ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എവിടെ ഉണ്ടാവും? ഒബ്സർവ്ഡ് ഫ്രീക്വൻസി പിന്നെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ദെൻ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നിങ്ങൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. എന്താ? റോ ടോട്ടൽ ഇൻറ്റു കോളം ടോട്ടൽ ഡിവൈഡ് ബൈ ടോട്ടൽ ചെയ്താൽ മതി. അപ്പൊ ഇതിനിങ്ങനെ ടോട്ടൽ ചെയ്യാം. ക്വസ്റ്റ്യനിൽ തന്നെ ടോട്ടൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യനിലും അങ്ങനെ ടോട്ടൽ ചെയ്ത് വെക്കണം എന്നില്ല. അപ്പൊ നമുക്ക് ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്ത് ക്വസ്റ്റ്യനിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ 1000 എന്ന് കിട്ടും. ഇവിടെ ടോട്ടൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കൂട്ടിയാൽ 1000 എന്ന് കിട്ടും. ഇങ്ങനെ കൂട്ടിയാൽ 1100 എന്ന് കിട്ടും. ഇങ്ങനെ കൂട്ടിയാൽ 900 എന്ന് കിട്ടും. എല്ലാം കൂടി കൂട്ടിയാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൂട്ടിയാൽ 2000, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൂട്ടിയാൽ 2000. ഓക്കെ, ദെൻ നമുക്ക് ആദ്യത്തെ 620ന്റെ എന്ത് കാണാം? പിന്നെ 620ന്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാം. 620ന്റെ റോ ടോട്ടൽ 1100 ഇൻറ്റു അതിൻ്റെ കോളം ടോട്ടൽ 1000 ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര കിട്ടും? 2000. ടോട്ടൽ 2000 ആണ്. എത്ര കിട്ടും ചെയ്യുമ്പോൾ? 550 എന്ന് കിട്ടും. ദെൻ നമുക്ക് 450ന്റെ കാണാം. 450ന്റെ റോ ടോട്ടൽ എത്രയാ? 1100. അതിന്റെ കോളം ടോട്ടൽ എത്രയാ? 1000 ഡിവൈഡ് ബൈ അതിന്റെ ടോട്ടൽ എത്രയാ? 2000. അപ്പൊ എത്ര കിട്ടും? 550 തന്നെ കിട്ടും. ദെൻ രണ്ടാമത്തത് 350. 350 എങ്ങനെ ചെയ്യും? 350ന്റെ റോ ടോട്ടൽ 900 ഇൻറ്റു 350ന്റെ കോളം ടോട്ടൽ 1000 ഡിവൈഡ് ബൈ ടോട്ടൽ എത്രയാ? 2000 ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? 450 എന്ന് കിട്ടും. അടുത്തത് അവസാനത്ത് 520ന്റെ ഇത് എത്ര കിട്ടും? 520ന്റെ റോ ടോട്ടൽ എത്രയാ? 900. 520ന്റെ കോളം ടോട്ടൽ എത്രയാ? 1000 ടോട്ടൽ എത്രയാ? 2000. എത്ര ഉത്തരം കിട്ടും? 450 എന്ന് കിട്ടും. ഓക്കെ, ദെൻ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് അറിയാം, ഇക്വേഷൻ അറിയാം. ഓ മൈനസ് ഇ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ഇ എന്നാണ്. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് അറിയാം, ഓ എഴുതുക, അതിന് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ഇ എഴുതുക, എന്നിട്ട് അതിന് എന്ത് ചെയ്യുക? ഓ മൈനസ് ഇ കാണുക. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? ഓ മൈനസ് ഇന്റെ ഹോൾ സ്ക്വയർ കാണുക. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? ഓ മൈനസ് ഇന്റെ ഹോൾ സ്ക്വയർ കണ്ടതിന് എന്ത് ചെയ്യുക? ഇ കൊണ്ടിരിക്കുക. ഇത്രയും ചെയ്ത ആൻസറായി നിങ്ങൾക്കറിയാം. അപ്പോൾ ഓ ആദ്യം ചെയ്യാം. ഓ എത്ര ആയതോ? 620. 620ന് നിങ്ങൾക്ക് എത്ര എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നിങ്ങൾ ചെയ്ത് കിട്ടി? 550.
480 എത്ര കിട്ടി? ഒബ്സർവ്ഡ് 550. ദെൻ 380 എത്ര കിട്ടി? 450. ദെൻ 520 എത്ര കിട്ടി? 450. ഇതാണ് ഈ. അടുത്ത സ്റ്റെപ്പ് എന്താ? O - E 620 നിന്ന് 550. മൈനസ് എഴുതേണ്ട ആവശ്യമില്ല, മൈനസ് എഴുതിയാലും കുഴപ്പമില്ല. മൈനസ് ഒക്കെ എന്താ ഉള്ളത്? പ്ലസ് ആവുള്ളത്. 620 550 O - E എന്നാണ്. 620 550 കുറച്ചാൽ 70 എന്ന് കിട്ടും. 450 550 കുറച്ചാൽ -70 എന്ന് കിട്ടും. 350 450 കുറച്ചാൽ -70 എന്ന് കിട്ടും. 520 450 കുറച്ചാൽ 70 എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പ് ഇതിനൊക്കെ O - E ഹോൾ സ്ക്വയർ ചെയ്യാം. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ മൈനസ് ഒക്കെ എന്ത് ചെയ്യും? പോസിറ്റീവായി മാറും. 70 സ്ക്വയർ ചെയ്താൽ 4900 എന്ന് കിട്ടും. എല്ലാവരും കോളത്തിൽ എത്ര ഉണ്ടാവും? 4900 എന്നുണ്ടാവും. ദെൻ ഇനി O - E ഹോൾ സ്ക്വയർ ചെയ്തതിന് ഈ 4900 എന്ത് ചെയ്യാം? ഈ കൊണ്ടായിരിക്കും. ഈ എത്രയാ? 550. 4900 ഡിവൈഡ് ബൈ 550 എന്ന് പറയുമ്പോൾ 8.91 എന്ന് കിട്ടും. 4900 ഡിവൈഡ് ബൈ 550 എന്ന് പറഞ്ഞാൽ 8.91 എന്ന് കിട്ടും. 4900 ഡിവൈഡ് ബൈ 450 എന്ന് 10.89 എന്ന് കിട്ടും. 4900 ഡിവൈഡ് ബൈ 450 എന്ന് പറഞ്ഞാൽ 10.89 എന്ന് കിട്ടും. ഇത് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? കൈ-സ്ക്വയർ കിട്ടും. കൈ-സ്ക്വയർ കിട്ടുക 39.6 ആണ്. അപ്പോൾ നമുക്ക് കൈ-സ്ക്വയർ എത്ര കിട്ടി? 39.6. നമുക്ക് നൾ ഹൈപ്പോസ് സെറ്റ് ചെയ്യാം. ഹോമോജീനിറ്റിയിലെ നൾ ഹൈപ്പോസ് എന്താ സെറ്റ് ചെയ്യാം? ഹോമോജീനിറ്റിന്റെ നൾ ഹൈപ്പോസ് എന്താ? അതായത് there is an homogeneity between homogeneity ഉണ്ട് എന്നാണ് എഴുതുക. ഇൻഡിപെൻഡൻസിൽ എന്താ എഴുതുക? ഇത് സെയിം അല്ല എന്ന് എഴുതുക. they are independent എന്നാണ് എഴുതുക. രണ്ട് ആട്രിബ്യൂട്ടും തമ്മിൽ ഇൻഡിപെൻഡന്റ് ആണ്, വ്യത്യാസമാണ് എന്ന് എഴുതുക. ഹോമോജീനിറ്റിയിലോ രണ്ടും തമ്മിൽ വ്യത്യാസം ഇല്ല. അപ്പൊ ഇങ്ങനെ എന്ത് എഴുതും? there is an homogeneity. ഹോമോജീനിറ്റി ഉണ്ട് എന്ന് എഴുതും. എന്തില്? there is an homogeneity between റൂറൽ ആൻഡ് അർബൺ ഏരിയ. റൂറൽ ഏരിയയിലും അർബൺ ഏരിയയിലും എന്തുണ്ട്? റൂറൽ ആൻഡ് അർബൺ ഏരിയ എന്തിലുണ്ട്? ഇൻ ഒറ്റ ഇതാണ് പിന്നെ ആട്രിബ്യൂട്ട് ആണത്. ആ ആട്രിബ്യൂട്ടിൽ രണ്ടാളും ഹോമോജീനിറ്റി ഉണ്ട് എന്ന് എഴുതണം. ദർ ഈസ് ആൻ ഹോമോജീനിറ്റി ബിറ്റ്വീൻ റൂറൽ ആൻഡ് അർബൻ ഏരിയ ഇൻ കേസ് ഓഫ് വോട്ടിംഗ് പ്രിഫറൻസ്. വോട്ടിംഗ് പ്രിഫറൻസിൽ രണ്ടാളും തമ്മിൽ എന്തുണ്ട്? ഹോമോജീനിറ്റി ഉണ്ട് എന്ന് എഴുതും. ഓക്കെ. നൾ ഹൈപ്പോസ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോസ് എന്ത് ചെയ്യും? നേരെ തിരിച്ച് ചെയ്ത് എന്ത്? ദർ ഈസ് ഹോമോജിനിറ്റി ഉള്ളത് എന്ത് ചെയ്തും? ദർ ഈസ് നോ ഹോമോജിനിറ്റി. അതുപോലെ തമ്മിൽ ഒരു ആരൊക്കെ തമ്മിൽ ഹോമോജിനിറ്റി ഇല്ല? ബിറ്റ്വീൻ റൂറൽ ആൻഡ് അർബൻ ഏരിയ. എന്ത് കേസിൽ? ഇൻ ദി കേസ് ഓഫ് വോട്ടിംഗ് പ്രിഫറൻസ്. വോട്ടിംഗ് പ്രിഫറൻസിൽ അവർ തമ്മിൽ ഒരു ഹോമോജിനിറ്റി ഇല്ല എന്ന് എഴുതും. ഓക്കെ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ? ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് കാണണം. എന്താ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്? 5% ആണ്, അഥവാ 0.05 ആണ്. ദെൻ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് കഴിഞ്ഞ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താ? കൈ-സ്ക്വയർ ടെസ്റ്റിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താ? R-1 നിങ്ങൾക്കറിയാം. പിന്നെ മെട്രിക്സ് ആണെങ്കിൽ R-1 ഇൻറ്റു C-1 എന്നാണ്. എത്ര ആറുണ്ട്? എത്ര കോളം ഉണ്ട്? 2 കോളവും 2 റോയും ആണുള്ളത്. ക്വസ്റ്റ്യനിൽ 2 കോളവും 2 റോയ 2 × 2 മെട്രിക്സ് ആണ്. അപ്പൊ 6 2 - 1 ഇൻറ്റു 2 - 1 ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ. 1 × 1 ഈക്വൽ ടു 1 എന്ന് കിട്ടും ഡിഗ്രി ഓഫ് ഫ്രീഡം. ദെൻ ടേബിൾ വാല്യൂ കാണാം. എന്താ ടേബിൾ വാല്യൂ? ടേബിൾ വാല്യൂ കൈ-സ്ക്വയർ ടെസ്റ്റിൽ പിന്നെ ചെന്നിട്ട് 0.05 കൈ-സ്ക്വയർ ടെസ്റ്റിന്റെ ടേബിളിൽ 0.05 കൊണ്ടുപോയിട്ട് ഡിഗ്രി ഓഫ് ഫ്രീഡം 1ന്റെ നേരെ നോക്കിയാൽ ടേബിൾ വാല്യൂ കിട്ടും. എത്രയെന്ന് കിട്ടും? കൈ-സ്ക്വയർ ഡിസ്ട്രിബ്യൂഷന്റെ ടേബിൾ വാല്യൂ ഇതാ. കൈ-സ്ക്വയർ ഡിസ്ട്രിബ്യൂഷന്റെ ടേബിൾ വാല്യൂല് ഡിഗ്രി ഓഫ് ഫ്രീഡം 1ന്റെ നേരെ DF എന്ന് പറഞ്ഞ ഡിഗ്രി ഓഫ് ഫ്രീഡം 1ന്റെ നേരെ 0.05 5% എന്ന് എഴുതുന്ന 0.05 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എത്രയുണ്ട്? 3.841 എന്നാണ്. 3.841 എന്നാണുള്ളത് ടേബിൾ വാല്യൂ. അപ്പൊ നമുക്ക് ഇനി എഴുതാം. കൈ-സ്ക്വയറിന്റെ ടെസ്റ്റ് നിങ്ങൾക്ക് എത്ര കിട്ടി? 39.6 എന്ന് കിട്ടി. ടേബിൾ വാല്യൂ എത്ര കിട്ടി? ടേബിൾ 3.841 എന്ന് കിട്ടി. ടേബിൾ വാല്യൂ ചെറുതുമാണ്, കൈ-സ്ക്വയർ ടെസ്റ്റ് വലുതുമാണ്. കൈ-സ്ക്വയർ ടെസ്റ്റ് ചെയ്ത ടെസ്റ്റ് വലുതായ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞിട്ടുള്ളത്? റിജക്ട് നൾ ഹൈപ്പോസ് റിജക്ട് ചെയ്യണം. നമ്മളെ ക്വസ്റ്റ്യനിലെ നൾ ഹൈപ്പോസ് റിജക്ട് ചെയ്യാനാണ് പറഞ്ഞത്. എന്താ ആൾട്ടർനേറ്റീവ് ഹൈപ്പോസ് പറഞ്ഞത്? ഇവ തമ്മിൽ ഹോമോജീനിറ്റി ഇല്ല എന്നാണ് പറഞ്ഞത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഈ പിന്നെ വോട്ടിംഗ് പ്രിഫറൻസ് റൂറൽ ഏരിയയും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നാണ് ചോദ്യം. നമുക്ക് എന്ത് കിട്ടി? അവർ തമ്മിൽ വോട്ടിംഗ് പ്രിഫറൻസിൽ ഒരു റിലേഷനും ഇല്ല എന്ന് എഴുതി കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? there is no relation between
റിലേഷൻ ഇല്ല, റിലേഷൻ ഉണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. റിലേഷൻ ബിറ്റ്വീൻ റൂറൽ ആൻഡ് അർബൺ ഏരിയ, rural and urban area in the case of voting preference, in the case of voting preference. ഇതാണ് 30ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ഇനി 31ാമത്തെ ക്വസ്റ്റ്യൻ ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് അപ്രോച്ചസ് ടു പ്രോബബിലിറ്റി എന്നാണ് ചോദ്യം. ഇപ്പോൾ അപ്രോച്ചസ് എന്നോ ഡിഫറെന്റ് ഡെഫിനിഷൻ എന്നോ അല്ലെങ്കിൽ സ്കൂൾ ഓഫ് തോട്ടോ ഡിഫറെന്റ് സ്കൂൾ ഓഫ് തോട്ടോ ഒക്കെ ചോദിച്ചാൽ 3 തരം ഉള്ളത്. ക്ലാസിക്കൽ ഉണ്ട്, എംഫെറിക്കൽ ഉണ്ട്, മോഡേൺ ഉണ്ട്. ക്ലാസിക്കലിനെ നമ്മൾ മാത്തമാറ്റിക്കൽ എന്നോ പ്രയോറി പ്രോബിലിറ്റി എന്നൊക്കെ വിളിക്കും. അതിന് എക്സാമ്പിൾ വെച്ചിട്ടുള്ളതാണ്. അത് ഞാൻ വളരെ കൃത്യമായി നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിന് ആൻസർ. എംഫിരിക്കലിനെ റിലേറ്റീവ് ഫ്രീക്വൻസി തിയറി എന്നോ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബിലിറ്റി എന്നോ പോസ്റ്റിയോറി പ്രോബിലിറ്റി എന്നൊക്കെ പറയും. അല്ലെങ്കിൽ മോഡേൺ ആക്സിയോമെട്രിക് പ്രോബിലിറ്റി എന്നൊക്കെ പറയും. ആ 3 വളരെ കൃത്യമായിട്ട് ഞാൻ വിശദീകരിച്ചിട്ട് അതിന് നോട്ട് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും എങ്ങനെ ചെയ്യണം എന്നുള്ളത് വളരെ കൃത്യമായി ഡിസ്ക്രിപ്ഷനിൽ PDF ഫയലായിട്ട് ഇട്ടിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യുക, അത് കാണുകയും ചെയ്യുക. ഇതിന്റെ പ്രത്യേകത ക്യൂട്ടിക്ക് നല്ല മാർക്കോടുകൂടി നിങ്ങൾക്ക് പാസ്സാവാൻ കഴിയും. ഇത് ഏത് ചാപ്റ്ററിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. മുഴുവൻ മാർക്കോടുകൂടി നിങ്ങൾക്ക് പാസ്സാവാം. എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്.